ഇന്ന് തിരിച്ച് ഞങ്ങൾ വയനാട്ടിലേക്ക് പോവാണ്. ഒരു മാസത്തെ വെക്കേഷനൊക്കെ അടിച്ച് പൊളിച്ച് തിരിച്ച് പോവാണ് കേട്ടോ. അപ്പോൾ അച്ചാച്ചനും അമ്മാമ്മയും കൊണ്ടാക്കാനായിട്ട് വരുന്നുണ്ട്. അച്ചാച്ചൻ്റെ ഓട്ടോറിക്ഷയിലാണ് പോണത്. നമ്മൾ ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ട്രെയിൻ ടിക്കറ്റ്. പക്ഷേ അന്ന് ഞങ്ങൾ പോണ ദിവസം മരമൊക്കെ വീണിട്ട് ഇങ്ങനെ എന്തോ സർവീസുകളില്ല. ചില ട്രെയിൻ വളരെ ലേറ്റായിട്ടൊക്കെ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവരെ വിളിച്ച് പറഞ്ഞു ക്യാൻസൽ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ എൻക്വയറി ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞു. എന്തായാലും ക്യാൻസൽ ചെയ്യുമല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ അച്ചാച്ചൻ ഇവിടെ കൊണ്ടിറക്കി. ഞങ്ങളെ ശക്തൻ സ്റ്റാൻഡിൽ ഇറക്കിയിട്ടോ. പ്രൈവറ്റ് ബസ്സിൽ കയറി പോകാമെന്ന് വെച്ചിട്ട്, KSRTCയിലല്ല, പ്രൈവറ്റിൽ. അങ്ങനെ ഇത് അച്ചാച്ചൻ അമ്മാമ്മയ്ക്കൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് ഉമ്മയൊക്കെ കൊടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ബസ് കയറാൻ വേണ്ടിയിട്ട് നടക്കുകയാണ് കേട്ടോ. ഒരു ലോഡ് ലഗേജ് ഉണ്ട്. പിന്നെ കുട്ടാട്ടനാണ് ഇരുന്നത്. ആൾ ചോദിച്ചു വരുമ്പോൾ ഇത്ര ഉണ്ടായിരുന്നില്ലല്ലോ, പോകുമ്പോൾ എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കുത്തി കയറ്റി വെച്ചിരിക്കണേന്നൊക്കെ ചോദിച്ചു. പിന്നെ നമുക്ക് അങ്ങനെയാണല്ലോ, നമ്മുടെ വീട്ടിൽ നിന്ന് വന്ന് പോകുമ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുപോകണ്ടാവുമല്ലോ. അങ്ങനെ അതെ നമ്മൾ ബസ്സൊക്കെ കയറി സീറ്റിലൊക്കെ ഇരുന്ന് സെറ്റായി കഴിഞ്ഞപ്പോൾ അവർ നമ്മളെ വിളിക്കണു. ട്രെയിൻ ലൈറ്റൊന്നുമില്ല, കറക്റ്റ് ടൈമിൽ വരുന്നുണ്ട്, നിങ്ങളുടെ ട്രെയിൻ പങ്കമാലി എത്തിയിട്ടുണ്ട്, ടിക്കറ്റ് ക്യാൻസൽ ചെയ്യണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ പോകാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു, അപ്പോൾ ഒരു 10:15 10:35 ട്രെയിൻ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്നാൽ ക്യാൻസൽ ചെയ്യണ്ട, ഞങ്ങൾ ട്രെയിനിൽ തന്നെ പോകാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ കൂട്ടാട്ടൻ പറഞ്ഞു ട്രെയിൻ എന്നാലും ലേറ്റ് ആവും സംഗീത, എന്തായാലും 1 മണിക്കൂർ ലേറ്റ് ആവും എന്നൊക്കെ പറഞ്ഞു. എവിടെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ വന്ന് ഒരു 10-15 മിനിറ്റ് ആയപ്പോഴേക്കും നമുക്ക് പോകാനുള്ള ട്രെയിൻ വന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ അച്ഛനമ്മേനെ വിളിച്ച് പറഞ്ഞു ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ പോയി, ട്രെയിനിൻ്റെ ഇതിൽ ഒരു ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു അന്ന് അങ്ങനെ പോയിക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മുടെ ട്രെയിൻ വന്നു. ട്രെയിൻ ഒരു 10:40 വന്നത്. 10:35 എന്ന് പറഞ്ഞ ട്രെയിൻ 10:40, 5 മിനിറ്റിൻ്റെ വ്യത്യാസം. 10:45 ട്രെയിൻ എടുത്തു കേട്ടോ. ട്രെയിനാകുമ്പോൾ കുറച്ചും കൂടി ഒരു കംഫർട്ടബിളാണ് ഇരിക്കാനൊക്കെ. പിന്നെ വല്ലാണ്ട് ക്ഷീണം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഉണ്ണിക്കുട്ടനും അമ്പാടിക്കും ട്രെയിനിൽ പോകാൻ തന്നെയാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് ട്രെയിനിലാണ് കേട്ടോ നമ്മുടെ പോക്ക് വരവ് ചെയ്യണത്. പിന്നെ എല്ലാ സീറ്റും ഫുൾ തന്നെയായിരുന്നു. അമ്പാടി എൻ്റെ മടിയിലിരിക്കുന്നുണ്ട്, ഉണ്ണിക്കുട്ടൻ്റെ അച്ഛനും സെറ്റായിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കണ കാരണം ദേവാനന്ദ് അവൻ്റെ ഭാവങ്ങൾ കാണിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നല്ല മഴ പെയ്യുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ പിന്നെ മഴ തോരണുണ്ട്. അങ്ങനെയൊക്കെ കഴിഞ്ഞ് നമ്മളിത് ലാസ്റ്റ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നിന്നു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി. ലഗേജ് വല്ലാത്ത ലഗേജ് തന്നെയായിരുന്നു, നല്ല ഭാരം ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടേട്ടനായതുകൊണ്ടാണ് അതൊക്കെ പിടിച്ച് നടക്കുന്നത്. വേറെ വല്ലവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് എടുത്ത് എറിഞ്ഞിട്ട് നീ വേണമെങ്കിൽ ചുവന്ന് വന്നോ എന്ന് പറയും. എന്തോ ഭാഗ്യത്തിന് കുട്ടേട്ടൻ ഒന്നും പറഞ്ഞൊന്നുമില്ല, നല്ല മുടിഞ്ഞ വെയിറ്റാന്ന് മാത്രം ആൾ പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി നിന്ന് ഏത് ഭാഗത്തേക്കാണ് പോകേണ്ടതെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ആ കൺഫ്യൂഷനൊക്കെ തീർത്ത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാണ് കേട്ടോ. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓട്ടോറിക്ഷ വിളിക്കാൻ ഞങ്ങൾ 1 മണിക്ക് ഇവിടെ എത്തിയതാണ്. 1 മണിക്ക് എത്തിയിട്ട് 1:30 നമുക്ക് ഓട്ടോറിക്ഷ കിട്ടാൻ. നമ്മൾ ആരെങ്കിലും ഒരാൾ ക്യൂ പോയി നിൽക്കണം. ലഗേജും കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത് വെച്ചിട്ട് ഒരാൾ ക്യൂ നിന്നിട്ട് ആ ക്യൂവിൻ്റെ സമയത്തുമ്പോഴാണ് നമുക്ക് ഓട്ടോറിക്ഷ കിട്ടുള്ളൂ. ഇതൊക്കെ ക്യൂ ആണ്. കുട്ടേട്ടനൊക്കെ അങ്ങേറ്റത്താണ് നിൽക്കുന്നത്. 1/2 മണിക്കൂർ നിന്നിട്ടാണ് നമുക്ക് ഓട്ടോറിക്ഷ കിട്ടുന്നത്. ഓട്ടോറിക്ഷയിൽ കയറിയിട്ടും ബ്ലോക്കിൽ തന്നെയായിരുന്നു നമ്മൾ. അത് കഴിഞ്ഞ് 1 മണി 1:30 കഴിഞ്ഞ് 2 മണി ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കയറുമ്പോൾ, നമ്മൾ തൃശ്ശൂർക്ക് പോകുമ്പോൾ കഴിച്ച സെയിം ഹോട്ടലിൽ തന്നെയാണ് കേട്ടോ നമ്മൾ കഴിച്ചത്. ഞങ്ങൾ ബിരിയാണി, ചിക്കൻ ബിരിയാണി പറഞ്ഞു. അമ്പാടി ഞാനും ഉണ്ണിക്കുട്ടൻ അച്ഛനും ബീഫ് ബിരിയാണി പറഞ്ഞു. ബീഫ് ബിരിയാണിയൊക്കെ നല്ലതായിരുന്നു, പക്ഷെ ക്വാണ്ടിറ്റി കുറവായിരുന്നു റൈസിൻ്റെ. പിന്നെ വല്ലാണ്ട് ഫില്ല് ചെയ്ത് കയറാനും പറ്റില്ല, ചുരത്തിലെത്തുമ്പോൾ ചിലപ്പോൾ ഛർദ്ദിച്ചാലോ എന്ന് മേടിച്ചിട്ട്. പിന്നെ ഞങ്ങൾ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് ബസ് കയറിയിട്ടോ. നല്ല അടിപൊളി ബസ്സായിരുന്നു. ചെറുതായിട്ട് പാട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല മഴയാണ് കേട്ടോ, നല്ല മഴയാണ് ഞങ്ങൾ കയറിയിരിക്കുമ്പോഴൊക്കെ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മഴയൊക്കെ ഒന്ന് മാറി. പിന്നെ പതുക്കെ വണ്ടി എടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അമ്പാടിക്കുട്ടൻ ഉറങ്ങി. അപ്പോൾ അമ്പാടീനെ ഞാൻ കുട്ടാൻ്റെ കയ്യിൽ നൈസായിട്ട് കൊടുത്തു. പിന്നെ ചുരമൊക്കെ എത്തി ഒരു പകുതി ആയപ്പോഴാണ് ഞാനും ഉണ്ണിക്കുട്ടനൊക്കെ എഴുന്നേറ്റത്. അപ്പോൾ നോക്കുമ്പോൾ നല്ല കോട മഞ്ഞാണ് ചുരത്തിൽ. അതുപോലെ നല്ല തണവുണ്ട്. കയ്യിലുണ്ടായിരുന്നൊരു ടവൽ വെച്ച് തലയിൽ കെട്ടി ഞാൻ, അല്ലെങ്കിൽ എനിക്ക് വല്ല കപക്കെട്ട് വരും. അമ്പാടിക്ക് ഉണ്ണിക്കുട്ടനുമ്പോൾ ഞങ്ങൾക്കൊരു ഒരു പ്രശ്നമില്ല കേട്ടോ. അവർക്ക് വയ്യർക്കണ കാരണം അവരതൊന്നും കിട്ടില്ല. അമ്പാടി എപ്പോഴും എഴുന്നേറ്റിട്ടില്ല കേട്ടോ. അമ്പാടി
ഞങ്ങൾ സുൽത്താൻ ബത്തേരി ബസ്സിലാണ് കയറിയിരിക്കുന്നത്. അപ്പം മുട്ടിലിറങ്ങാൻ ഞങ്ങൾക്ക്. അപ്പോൾ ഞങ്ങൾ മുട്ടിലെത്താറായപ്പോഴാണ് അമ്പാടി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത്. ഞങ്ങൾ വയനാട്ടിലേക്ക് കടന്നതും വീണ്ടും നല്ല പൊരിഞ്ഞ മഴയായിരുന്നു. ഒരു കുടയും വെച്ചിട്ട് ഞങ്ങളൊരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് പോയത് കേട്ടോ. പിന്നെ നമ്മൾ മുട്ടിലിറങ്ങിയിട്ട് അവിടെ ഒരു ചായക്കട ഉണ്ടായിരുന്നു. അവിടെ കയറിയിട്ട് ചായ കുടിക്കാൻ കയറിയതാണ്. ഇവിടേക്ക് തന്നെയാണ് എപ്പോഴും കൂട്ടാട്ടം വരാം. അവിടെ നിന്ന് പഴംപൊരിയും മേടിച്ചു. പിന്നെ പക്കാവടിയും ചൂട് ചായയും ഞങ്ങൾ കുടിച്ചു. അത് കഴിഞ്ഞ് നമുക്ക് വൈകുന്നേരത്തേക്ക് ഇനിയിപ്പോൾ ചെന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കലൊന്നും നടക്കില്ല, വീടൊക്കെ ഒന്ന് വൃത്തിയാക്കൊക്കെ വേണം. അപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു നമുക്കൊരു പാക്കറ്റ് ചപ്പാത്തി മേടിക്കും, പിന്നെ അതിന് കറി മേടിച്ചിട്ട് പോവാം, പിന്നെ 4-5 ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഒരു ഓട്ടോറിക്ഷയൊക്കെ കയറി. അങ്ങനെ ഒരു മാസത്തിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയിട്ടോ. നല്ല മഴയാണ്. ഇനിയിപ്പോൾ വീടിൻ്റെ ഉള്ളിലത്തെ സ്ഥിതി വളരെ മോശമായിരിക്കും, നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ 1-2 ദിവസം പൊടി തട്ടലും സാധനങ്ങളൊക്കെ ഒതുക്കി പെറുക്കി വെക്കലൊക്കെ ആയിരിക്കും പരിപാടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.